പത്മശ്രീ ചെറുവേൽ രാമൻ ചേട്ടനെ അറിയാത്ത ആളുകളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ കൃഷി അറിവുകൾ പകർന്നും കുട്ടികൾക്കൊപ്പം കളിച്ചുമൊക്കെയുള്ള പത്മശ്രീ ചെറുവയൽ രാമന്റെ ദൃശ്യങ്ങളൊക്കെ ഈ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം ആളുകളൊക്കെ കണ്ടു കാണുമായിരിക്കും. കാസർഗോഡ് പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തയ്യാറാക്കിയ ചളിക്കളത്തിലാണ് ചെറുവേൽ രാമൻ കുരുന്നുകൾക്കൊപ്പം കൃഷിപാഠം പകരാനായി എത്തിയത്. നടുമ്പോഴേ ഇത്ര മാത്രമേ വെക്കാവൂ, താത്തരുത് കേട്ടോ, കൂടുതൽ താത്തി വെക്കരുത്, ഇത്രയും വെക്കാവൂ കേട്ടോ. അപ്പം നമുക്ക് ഈ വളം മാത്രമല്ല, ഇത് നമ്മൾ ഒരു 8 അടി അകലം വെക്കണം. കാരണം ഇതൊരു 4 ഇഞ്ച് വേര് അങ്ങോട്ടും പോകും, 4 ഇഞ്ച് വേര് ഇങ്ങോട്ടും വരും. അപ്പം ഒരു 8 അടി അകലത്തേക്ക് വെച്ചേക്കണം. ഇത് വെച്ചാൽ മതി കേട്ടോ. ഫാം കാർണിവലിന്റെ ഭാഗമായാണ് കുട്ടികൾക്കായി ചെളിക്കളം ഒരുക്കിയത്. പത്മശ്രീ ചെറുവയൽ രാമൻ കുട്ടികൾക്ക് പാരമ്പര്യ കൃഷിയെക്കുറിച്ച് വിവരിച്ചു. ചെളിയിൽ കളിച്ചും കൃഷിക്കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞും കുട്ടികൾ നെൽപ്പാടത്ത് സജീവമായി. പാഠപുസ്തകങ്ങളിലൂടെ മാത്രമറിയാവുന്ന ചെറുവയൽ രാമൻ നേരിട്ട് തന്റെ കൃഷി അനുഭവങ്ങൾ പറഞ്ഞത് കുട്ടികൾക്ക് കൗതുകമായി. ഇന്ന് കൃഷിക്കാരൻ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നില്ല. അപ്പോൾ ആ വില എങ്ങനെ ഉണ്ടാവണം എന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്, നമ്മളല്ല. മാത്രമല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഏത് ഉൽപ്പന്നമാണെങ്കിലും ഒരു 2-3 വർഷത്തേക്ക് അതിന് ന്യായമായ വില നിശ്ചയിച്ച് നിലനിർത്തുക. അപ്പം അങ്ങനെ വരുമ്പോൾ കർഷകന് ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. ഒരു 3 വർഷത്തേക്ക് ഏത് ഉൽപ്പന്നമായിക്കോട്ടെ, ഒരു 3 വർഷത്തേക്ക് ഒരു സ്റ്റഡി വില, നഷ്ടമില്ലാത്ത തരത്തിൽ ആ വിലയെ നിയന്ത്രിക്കുകയാണെങ്കിൽ തീർച്ചയായും കൃഷിക്കാർക്ക് ആ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് തോന്നുന്നത്. കൃഷിയെക്കുറിച്ചും ഒട്ടേറെ സംശയങ്ങൾ കുട്ടികൾക്കുണ്ടായിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും സരസമായ ശൈലിയിൽ മറുപടി നൽകിയ രാമേട്ടൻ കുട്ടികളെയും അധ്യാപകരെയും അത്ഭുതപ്പെടുത്തി. ന്യൂസ് മലയാളം, കാസർഗോഡ്.